ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. പ്രിയ കൂട്ടുകാരെ, ഇന്ന് ഒരു 9 ദിവസത്തെ നവനാൾ ദിനം തുടങ്ങേണ്ട ദിവസമാണ്. ഞാനിത് ഓർമ്മിപ്പിക്കാനാണ് മറ്റൊരു ഓഡിയോ മെസ്സേജ് അയക്കുന്നത്. മാർച്ച് 19 ഔസേപ്പിതാവിൻ്റെ മരണദിനത്തിന് വേണ്ടി നമ്മൾ ഒരുങ്ങുകയാണല്ലോ. ഇന്നു മുതൽ 9 ദിവസം നവനാൾ പ്രാർത്ഥന അനുഷ്ഠിക്കുന്ന ഒരു പതിവ് പാരമ്പര്യമായിട്ട് ഉള്ളതാണ്. ഈ പ്രാർത്ഥന വളരെ ഫലപ്രദമായ ഒരു പ്രാർത്ഥനയാണ് എന്നാണ് എനിക്ക് കിട്ടിയിട്ടുള്ള പ്രാർത്ഥനാ പുസ്തകത്തിൽ ഞാൻ കാണുന്നത്. ഇന്നു മുതൽ 9 പ്രഭാതങ്ങളിൽ ഈ പ്രാർത്ഥന ചൊല്ലുക. ഇത് വിഫലമായിട്ട് ഒരിക്കലും കേട്ടിട്ടില്ല എന്നാണ് പറയുന്നത്. നമുക്ക് ഈ പ്രാർത്ഥന ചൊല്ലാം. ഇതാണ് പ്രാർത്ഥന. വിശുദ്ധ ഔസേപ്പിതാവിനോടുള്ള പുരാതനമായൊരു പ്രാർത്ഥന. ഓ വിശുദ്ധനായ ഔസേപ്പിതാവേ, ദൈവത്തിൻ്റെ സിംഹാസനത്തിന് മുൻപിൽ അങ്ങയുടെ സംരക്ഷണവും ഏറ്റവും മഹനീയവും ശക്തവും യോഗ്യവുമാണല്ലോ. ഞങ്ങളുടെ എല്ലാവിധ പ്രതീക്ഷകളും ആഗ്രഹങ്ങളും അങ്ങയിൽ അർപ്പിക്കുന്നു. ഓ വിശുദ്ധനായ ഔസേപ്പിതാവേ, അങ്ങയുടെ ശക്തിമത്തായ മാധ്യസ്ഥം വഴി എന്നെ സഹായിക്കണമേ. അങ്ങയുടെ വളർത്തുപുത്രനും ഞങ്ങളുടെ കർത്താവുമായ യേശു ക്രിസ്തുവിലൂടെ എല്ലാവിധ ആത്മീയ അനുഗ്രഹങ്ങളും ഞങ്ങൾക്ക് സാധിച്ചു തരണമേ. അങ്ങനെ അവിടുത്തെ സ്വർഗീയ ശക്തിക്ക് കീഴിലാക്കപ്പെടുമ്പോൾ അങ്ങയോടുള്ള നന്ദിയും സ്തുതിയും എന്നിൽ നിറയുമാറാകട്ടെ. ഓ വിശുദ്ധനായ ഔസേപ്പിതാവേ, അങ്ങയുടെ കൈകളിൽ ഉണർന്നിരുന്ന് അങ്ങയോടും ഈശോയോടും ധ്യാനിക്കുമ്പോൾ എനിക്കൊരിക്കലും തളർച്ചയുണ്ടാകുന്നില്ല. അങ്ങയുടെ ഹൃദയത്തിനരികിൽ കർത്താവായവൻ വിശ്രമിക്കുമ്പോൾ അങ്ങയെ സമീപിക്കുവാൻ ഞാൻ ഭയപ്പെടുന്നില്ല. എനിക്ക് വേണ്ടി ഈശോയോട് നിർബന്ധിക്കുക. എനിക്ക് വേണ്ടി അങ്ങ് അവിടുത്തെ ശിരസിൽ ചുംബിക്കുക. എൻ്റെ മരണനേരത്തെ ആ ചുംബനം എനിക്ക് തിരിച്ചു തരുവാൻ പറയുക. വിശുദ്ധ ഔസേപ്പിതാവേ, വിടുതി കൊള്ളുന്ന ആത്മാക്കളുടെ പരിപാലകനെ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. ആമേൻ. ഈ പ്രാർത്ഥനയോടൊപ്പം താഴെ കൊടുത്തുന്ന വിവരങ്ങളും കണ്ടുവരുന്നുണ്ട് ഈ പ്രാർത്ഥന കിട്ടിയ സ്ഥലത്ത് നിന്ന്. അതാണ് നമ്മുടെ കർത്താവും രക്ഷകനുമായ യേശു ക്രിസ്തുവിൻ്റെ 50-ാം വർഷത്തിലാണ് ഈ പ്രാർത്ഥന രൂപം കൊണ്ടത് എന്ന് വിശ്വസിക്കപ്പെടുന്നു. 1505 ചാൾസ് ചക്രവർത്തി യുദ്ധത്തിന് പോകുന്ന വേളയിൽ മാർപ്പാപ്പ ഈ പ്രാർത്ഥന അയച്ചു കൊടുത്തിരുന്നു. ഈ പ്രാർത്ഥന വായിക്കുകയോ കേൾക്കുകയോ മനസ്സിൽ സൂക്ഷിക്കുകയോ ചെയ്യുന്നവർക്ക് ആകസ്മിക മരണം സംഭവിക്കില്ല. അവർ വെള്ളത്തിൽ മുങ്ങി മരിക്കുകയോ വിഷം തീണ്ടി മരിക്കുകയോ ചെയ്യുകയില്ല. അവർ ശത്രുവിൻ്റെ കൈകളിൽ പെടുകയോ തീയിൽ ദഹിപ്പിക്കപ്പെടുകയോ ചെയ്യുകയില്ല. അവർ യുദ്ധത്തിൽ ആധിപത്യം സ്ഥാപിക്കും. നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾക്കായി ഈ പ്രാർത്ഥന 9 പ്രഭാതങ്ങളിൽ ചൊല്ലുക. ഈ പ്രാർത്ഥന വിപുലമായിട്ടുള്ളതായി കേട്ടിട്ടില്ല. ഇതാണ് കണ്ടെടുക്കപ്പെട്ട ഈ പ്രാർത്ഥനയോടൊപ്പം ലഭിച്ച വിവരങ്ങൾ. നമ്മൾ ചെയ്യേണ്ടത് ഇതാണ്. ഉദ്ദിഷ്ടകാര്യം സാധിച്ചു കിട്ടുവാൻ വിശുദ്ധ ഔസേപ്പിതാവിനെ വണങ്ങാൻ നമ്മൾ 3 കാര്യങ്ങളാണ് ചെയ്യേണ്ടത്. 1. വിശുദ്ധ ഔസേപ്പിതാവിനുള്ള നിങ്ങളുടെ അപേക്ഷകൾ പ്രാർത്ഥനയിൽ ഉൾക്കൊള്ളിക്കുക. കഴിയുന്നതും വിശുദ്ധ ഔസേപ്പിതാവിൻ്റെ തിരുസ്വരൂപത്തിന് മുമ്പിൽ പ്രാർത്ഥിക്കുക. അൾത്താരയിലോ ഔസേപ്പിതാവിൻ്റെ പേരിലുള്ള പള്ളിയിലോ വെച്ചും ഈ പ്രാർത്ഥന ചൊല്ലാവുന്നതാണ്. നിങ്ങളുടെ 2ാമത്തെ കാര്യം, നിങ്ങളുടെ സ്വർഗീയ സംരക്ഷകനായും മധ്യസ്ഥനായും കരുതി വിശുദ്ധ ഔസേപ്പിതാവിൽ ഉറച്ച് വിശ്വസിക്കുക. 3. ഔസേപ്പിതാവിനോടുള്ള പ്രാർത്ഥനയിലൂടെ നിങ്ങൾക്ക് ലഭിക്കുന്ന വരദാനങ്ങൾക്ക് അദ്ദേഹത്തിന് നന്ദി പ്രകാശിപ്പിക്കുക. അങ്ങനെ നന്ദി പ്രകാശിപ്പിക്കുന്ന ഒരാൾക്ക് കൂടുതൽ വരദാനങ്ങളും അനുഗ്രഹങ്ങളും ലഭ്യമാകും. അപ്പോൾ ഇന്ന് ഒരു ബുധനാഴ്ചയാണല്ലോ, ഇണ്ടേറി തിരുനാൾ. ഇന്ന് മുതൽ നമ്മൾ കണക്ക് കൂട്ടുക. ഇന്ന് 11-ാം തീയതിയാണ് അല്ലേ? ഇന്ന് മുതൽ 11 തൊട്ട് കണക്ക് കൂട്ടിയാൽ നമുക്ക് 9 ദിവസങ്ങൾ കിട്ടും. 19-ാം തീയതി പ്രഭാതത്തിൽ അടക്കം 9 പ്രഭാതത്തിൽ ഈ പ്രാർത്ഥന ചൊല്ലാം. ഇപ്പോൾ വായിച്ചു കേട്ടതുപോലെ പ്രാർത്ഥന ചൊല്ലുക, മനസ്സിൽ ധ്യാനിക്കുക, നന്ദി പറയുക, സ്വർഗീയ മധ്യസ്ഥനായി വിശുദ്ധ ഔസേപ്പിതാവിനെ കാണുക. അങ്ങനെ ധ്യാനിച്ച് ഔസേപ്പിതാവിൻ്റെ ഈ പ്രാർത്ഥന 9 പ്രഭാതങ്ങളിൽ നമുക്ക് ചൊല്ലാം. നല്ല ദിവസമാണ് ഇണ്ടേറി തിരുനാൾ. ഇന്ന് തുടങ്ങുമ്പോൾ സഹനങ്ങൾ ഒന്നുകൂടെ ശക്തമാക്കുന്ന ദിവസം. ഔസേപ്പിതാവാണ് നമ്മെ ഏറ്റവും കൂടുതൽ സഹായിക്കുന്ന മധ്യസ്ഥൻ. കാരണം സകലകാര്യ മധ്യസ്ഥനല്ലേ. കുരിശിൻ്റെ
ഈ ധ്യാനം പൂർണ്ണമാകാൻ ഔസേപ്പിനോട് പറഞ്ഞാൽ മതി. കാരണം ആളുടെ പണിശാലയിലാണല്ലോ ഉണ്ണിക്കുള്ള ആദ്യത്തെ കുരിശ് തയ്യാറാക്കിയത്. നമുക്ക് ഈ മരാശ്ശേരിയോട് തന്നെ പ്രാർത്ഥിക്കാം, ഞങ്ങൾക്കും സ്വീകരിക്കാൻ പറ്റുന്നൊരു കുരിശുണ്ടാക്കി തരണേ. അതിനെ നിൻ്റെ മകൻ ഉമ്മ വെച്ച് സ്വീകരിച്ച പോലെ സ്വീകരിക്കാനുള്ള ശക്തി തരണമേ. ഇന്ന് മുതൽ 9 ദിവസം നന്നായി തന്നെ ഒരുങ്ങാം. ഔസേപ്പിതാവിനെ പോലെ നമ്മുടെ ജീവിതം ഒരു മാലാഖയെ പോലെ ആക്കാൻ അതാണ് നിങ്ങൾ നിയോഗം വയ്ക്കേണ്ടത്. അല്ലാതെ ഭൗതികമായ കാര്യങ്ങൾ നിയോഗം വെച്ചോ, അതും കിട്ടും. പക്ഷേ എല്ലാ പ്രത്യക്ഷീകരണങ്ങളിലും ഗരബന്ധാളിലും പരിശുദ്ധ അമ്മ അവസാനത്തെ അടയാളം ആകാശത്ത് വരുമ്പോൾ ആ പ്രത്യക്ഷീകരണത്തിൽ അമ്മ പറഞ്ഞത്, ഞാൻ ആദ്യം പറയുന്നത് നിങ്ങളുടെ ജീവിതം നന്നാക്കാനാണ്. നമ്മുടെ ജീവിതമാണ് നന്നാക്കേണ്ടത്. അങ്ങനെ നന്നാക്കാനുള്ള കൃപയ്ക്കായിട്ട് ഔസേപ്പിതാവിനോട് പ്രാർത്ഥിക്കാം. ഒപ്പം നിങ്ങളുടെ ഭൗതികമായ ആവശ്യങ്ങളും കാഴ്ചവെക്കാം. 9 ദിവസം നന്നായി ഒരുങ്ങി യേശുവിൻ്റെ പീഡാസഹനത്തോട് ചേർത്ത് ഔസേപ്പിൻ്റെ സഹനങ്ങളും കൂട്ടിവെച്ച് നമുക്ക് ഈ 9 പ്രഭാതങ്ങളിൽ പ്രാർത്ഥന ചൊല്ലാം. ദൈവം നമ്മെ അനുഗ്രഹിക്കും ഔസേപ്പിലൂടെ. അങ്ങനെയല്ലേ വചനം പറയുന്നത്, ഔസേപ്പിൻ്റെ പക്കൽ പോകുവിൻ, അവൻ്റെ പക്കൽ ഞാൻ എല്ലാം കൊടുത്തേൽപ്പിച്ചിട്ടുണ്ട്. കാരണം സ്വർഗത്തിൻ്റെ താക്കോല് പത്രോസാണ് കൈപ്പിടിച്ചിരിക്കുന്നത്. എങ്കിലും ആ താക്കോല് വീണ്ടും തുറന്നു കൊടുക്കാൻ നിർബന്ധിതമാകുന്നത് ഔസേപ്പിനെ കണ്ടാലാണ്. കാരണം ഔസേപ്പിൻ്റെ കയ്യിലാണ് സ്വർഗം ഇരിക്കുന്നത്. ഔസേപ്പാണ് സ്വർഗത്തിൻ്റെ ഉടയവൻ. അപ്പോൾ ഔസേപ്പ് വെറുമൊരു ചില്ലറക്കാരനല്ല, മഹാവിശുദ്ധനാണ്. അന്ത്യകാലത്ത് ഔസേപ്പിൻ്റെ വിശുദ്ധി പുറത്തു വരും. നമുക്ക് ഔസേപ്പിതാവിനെ വിളിക്കാം. ദൈവം നമ്മെ അനുഗ്രഹിക്കും, ഉറപ്പാണ്. ഈ മാർച്ച് 19 ഉള്ളിൽ ഔസേപ്പിതാവ് എത്രയോ ഇടപെടലുകൾ എൻ്റെ ജീവിതത്തിൽ ഇപ്പോൾ നടത്തി. ഔസേപ്പിതാവ് അങ്ങനെയാണ്, മിണ്ടാതിരുന്ന് ഓരോ കാര്യങ്ങൾ ചെയ്യും. മിണ്ടില്ല, നിശബ്ദമാണ്. വലിയ ആർഭാടങ്ങളും അലച്ചിലും ബഹളമൊന്നും കാണിക്കില്ല. പക്ഷെ പയ്യെ വന്ന് ചിലപ്പോൾ കോണിയൊക്കെ പണിത് തരും, ചിലപ്പോൾ അരിമ്പാട്ടയിൽ അരിയില്ലെങ്കിൽ അരി വെച്ച് തരും. അങ്ങനെയൊക്കെ കാര്യങ്ങൾ ചെയ്യുക. നമുക്ക് നമ്മുടെ ഔസേപ്പിതാവിനെ നെഞ്ചിലേറ്റാം. ഔസേപ്പിതാവിനെ നെഞ്ചിലേറ്റിയാൽ കയ്യിൽ ഉണ്ണിയുണ്ടല്ലോ, അതും നമ്മുടെ നെഞ്ചിൽ വന്നിരിക്കും. അതുമാത്രമല്ല, ഔസേപ്പുണ്ടാക്കി കൊടുത്ത ആ കുരിശും ഉണ്ടാവും കൂടെ. അപ്പോൾ ഔസേപ്പിനെ നെഞ്ചിലേറ്റിയാൽ പ്രത്യേകതകളേറെയുണ്ട്. ഔസേപ്പുണ്ടാവും, ഉണ്ണിയുണ്ടാവും, ഒപ്പം കുരിശുണ്ടാവും. പ്രിയ കൂട്ടുകാരെ, കുരിശോടുകൂടി ഉണ്ണിയെ സ്വീകരിക്കാൻ ഔസേപ്പിൻ്റെ മാധ്യസ്ഥം നമുക്ക് ചോദിക്കാം. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. മാർച്ച് 19 നമുക്ക് ആത്മീയ അഭിഷേകത്തിൻ്റെ ദിവസമായി മാറട്ടെ. ആമേൻ.